വോയിസ് ക്ലിപ്പ് 100, വോയിസ് ക്ലിപ്പ് 100, വോയിസ് ക്ലിപ്പ് 100, രണ്ടെണ്ണം എടുത്താൽ 175, രണ്ടെണ്ണം 175. എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്. വോയിസ് ക്ലിപ്പ് കച്ചവടം ഇപ്പോഴത്തെ ട്രെൻഡിങ്, വോയിസ് ക്ലിപ്പ് കച്ചവടം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അണ്ണന്റെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ട്, ഞാൻ ഇവിടെ വെച്ച് തരാം. ഒരു അഞ്ചലുകാരൻ, എന്താണ് വിജിരാജ് അഞ്ചല, ആ കൂട്ടുകാരനാണ് ഇതിന്റെ മെയിൻ പരിപാടി, ഇതിന്റെ മെയിൻ ഡീലർ അല്ല, ഇതിന്റെ ഇടനിലക്കാരനെന്നൊക്കെ അറിയുന്നത് ഈ വോയിസ് ക്ലിപ്പ് പുറത്ത് കച്ചവടം ചെയ്യുന്നതിന്റെ. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എവിടെ ചെന്ന്, ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ നമ്മളെന്തോ ഈ പരിപാടി വോയിസ് ക്ലിപ്പ് കച്ചവടമൊക്കെ നടത്താത് ഇവിടെ. എനിക്കറിയാൻ പാടില്ല, എന്റെ ദൈവമേ. ഇനി ഞാനൊക്കെ വിളിക്കുന്ന കോളൊക്കെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് മുക്കുന്നുണ്ടോ ഇവിടെ? എനിക്കറിയാൻ പാടില്ല. ഇനി അതോ ഇവന്മാർ ഈ അടിച്ചിറക്കി വിടുന്ന വോയിസ് ഒന്നും ഒറിജിനൽ അല്ലേ? ഇനിയും മറ്റേ എന്തെങ്കിലും ഉടായ്പ പരിപാടി വഴി ഇവന്മാരായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്? എനിക്ക് അങ്ങനെയൊക്കെ ഡൗട്ട് പോയി കേട്ടാ ഈ വോയിസ് ക്ലിപ്പ് കച്ചവടം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. ചിലപ്പോൾ ഇനിയിപ്പം നിങ്ങൾ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. സംഗതി വേറെ ഒന്നുമല്ല, നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്, ഡോക്ടറാണ് കൊണ്ടൊരു കേസ് കൊടുത്തിരിക്കുന്നത്. അതെന്താ വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരുത്തനാണ്. അവനെ പോലീസ് പിടിച്ചു, പോലീസ് പിടിക്കുകയും ചെയ്തു. അവൻ അധികം സമയത്തിനുള്ളിൽ തന്നെ, അധികം ടൈമൊന്നും എടുത്തില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇറങ്ങിപ്പോകുന്നത്. എന്തോ പെറ്റി കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ പെടും, ഇത് നല്ല രീതിയിൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പെടും. കാരണം വലിയൊരു ക്രൈം തന്നെയാണ് ഇത്, വോയിസ് ക്ലിപ്പ് അടിച്ചു മാറ്റുക. ഞാൻ ഈ പല യൂട്യൂബേഴ്സിന്റെ പല ഈ വോയിസ് ക്ലിപ്പ് എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പ് പുറത്തുനിന്നൊക്കെ പറഞ്ഞ് കാണുന്നതിനകത്തുനിന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ആളുകൾ കൊടുക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയായിരിക്കും ഇവർക്ക് ഈ വോയിസ് ക്ലിപ്പ് കിട്ടുന്നത്. ഞാൻ അധികം ഒന്നും ഈ വോയിസ് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാം. ഞാൻ ആകെ ഒരു തവണ എന്തോ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഒരു വ്യക്തിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. അതും ആ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സാധനം എടുക്കുന്നത്. അതും അത് അത്ര ജെന്യുവിൻ ആണ് എന്ന് നമുക്ക് പുറത്ത് അറിയാൻ തുടങ്ങിയതിന് ശേഷം. അല്ലാതെ ഞാനിതായിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ടില്ല. അങ്ങനെ വെക്കാനാണെങ്കിൽ ഇതിനകത്ത് കിടപ്പുണ്ട് ക്ലിപ്പ്. അതും ഇതേ കണക്ക് മറ്റേ കാശ് കൊടുത്ത് മേടിക്കേണ്ട സാധനമൊന്നും അല്ല. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനലിന്റെ ദിവസം കേരളത്തിൽ അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഞാനത് പറഞ്ഞില്ല, എന്റെ ഫോണിൽ ഇത് ഓട്ടോ റെക്കോർഡായി കിടപ്പുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സംസാരിച്ച കിടപ്പുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞടാ, എനിക്ക് വയ്യ വോയിസ് ക്ലിപ്പ്. കാരണം എനിക്ക് ഡൗട്ട് വരാനുള്ള ഒരു കാരണം അതാ, ഈ വോയിസ് ക്ലിപ്പ് നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് പലർക്കും സംശയം വരത്തില്ലേ? നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും തോന്നാറില്ല, അതായത് ഈ വോയിസ് ക്ലിപ്പ് ജെന്യുവിൻ ആണോ അതോ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ഇതൊക്കെ ജെന്യുവിൻ ആണോ അതോ ഇവന്മാര് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണോ? എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കേൾപ്പിച്ചത്, ഇത് നമ്മുടെ ഡോക്ടർ ഇന്ന് സ്റ്റോറിയാക്കി ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഇതെന്നാലും ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു കാരണവശാലും പറയത്തില്ല, ഇതൊരു ബിസിനസ്സാണ്. അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ്? 26,000. ഇതിപ്പോ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യി, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവന്റെ സാധനം തീരും, അത്രേ ഉള്ളൂ. നേരെ വാ നേരെ പോകും. നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും. നാളെ അവന്റെ സാധനം തീരും, നാളെ അവന്റെ ഫെയിം തീരും. ഈ വോയിസ് വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയാണ്, ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബർ ആണ്. അപ്പൊ ഇവരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സാധനം. ഇവനല്ലാതെ വേറെ കുറെ ആൾക്കാരുടെ എന്തോ 12,000 മറ്റേ വോയിസ് ക്ലിപ്പ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്ന കേട്ടു. സാൻഡ് റിയാക്ട് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എനിക്ക് ആ ചേട്ടന്റെ യൂട്യൂബ് ഞാൻ ഈ അടുത്താണ് കാണുന്നത്. ഇപ്പൊ 2 ദിവസമേ ഉള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇൻസ്റ്റയിൽ എനിക്ക് ഈ ചേട്ടന്റെ ക്ലിപ്സ് വീഡിയോസ് ഒക്കെ ഈ ചേട്ടൻ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ചേട്ടനാണ് ഈ ഒരു സാധനത്തിനെ പറ്റി ആദ്യമേ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാനപ്പോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിന് ഞെട്ടിപ്പോയത്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ദൈവമേ, ഇവിടെ യൂട്യൂബർമാർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഞാൻ കൂടുതൽ ഈ വിഷ്വൽസ്, അതായത് ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊക്കെ മറ്റേ ചുഴിഞ്ഞു പോയി ഞാൻ പോയി ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് വിടാറുള്ളത്. അത് അധികം ആൾക്കാർ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അതൊരു എക്സ്ക്ലൂസീവാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യം ഞാൻ എത്തിക്കുമ്പോൾ എക്സ്ക്ലൂസീവാണ്. സോ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഓഡിയോ ക്ലിപ്പ് എടുക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെയ്യായിരുന്നു. ഫിനാലയുടെ അന്ന് ബിഗ് ബോസ് പരിപാടി, അതിന്റെ ഫിനാലയുടെ അന്ന് എനിക്ക് നല്ല കനക്കനൊരു എക്സ്ക്ലൂസീവ് അടിക്കായിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു സൈഡിൽ കൂടെ ഉണ്ട്. അതായത് എനിക്ക് അത്യാവശ്യം, ഞാൻ മറ്റേ പൊങ്ങാൻ വേണ്ടി ഒന്നും പറയുമല്ലേ,
അത്ര വലിയൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് ഫെയിം ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കാറില്ല, അവരെന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ എനിക്കൊരു 3-4 കൊല്ലം ആയിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ സ്ഥിരം കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയല്ല, ഞങ്ങൾ സ്ഥിരം അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇത് ഈ ബിഗ് ബോസ് തീരുന്നതിന് അന്ന് ഈ വ്യക്തി എന്നെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. എന്നോട് ഇങ്ങോട്ട് വിളിക്കാൻ കാരണം ഞാനിപ്പോ ആലോചിച്ചു, എന്റെ നമ്പറൊക്കെ ചേഞ്ച് ആയി, പിന്നെ എങ്ങനെ എവിടുന്ന് തപ്പിയെടുത്ത് വിളിച്ചത്, എവിടുന്നോ തപ്പിയെടുത്ത് വിളിച്ചു. അദ്ദേഹം നാട്ടിലല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് നിന്നാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. അപ്പൊ ബിഗ് ബോസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറയാൻ കാരണം, ഞാൻ ഈ റിയാക്ട് ചെയ്യുന്നത് ഈ അടുത്താണ് പുള്ളി ഇത് അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നേനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്നും സാരമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്കിപ്പം നാളെ ഞാനൊരു കാര്യം ഇപ്പൊ ബിഗ് ബോസുമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം സംബന്ധമായിട്ട് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പുള്ളി പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങളെ കേൾപ്പിക്കത്തില്ല. ഞാൻ ചേട്ടനോട് പറയും, ചേട്ടാ ഒന്ന് വീഡിയോ കോൾ വരുമോ, എന്നിട്ട് പറ, ഞാൻ അത് വെച്ച് ചെയ്തോളാം. പുള്ളി അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാതെ എന്നോട് കാരണം എന്നോട് ആ വ്യക്തി സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെച്ച ഒരു പേഴ്സണൽ ടോക്കാണ്. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങൾ പറയും, പല ആൾക്കാരെയും പറ്റി പറയുന്നത് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ടോണിലാണ്. മനസ്സിലായില്ലേ? അത് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേൾപ്പിക്കാൻ, നടക്കുന്ന കേസല്ല. സോ അങ്ങനെയുള്ള പല ആളുകൾ സംസാരിക്കുന്ന കോൺവെർസേഷൻ എടുത്തു വെച്ച് പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കാണിക്കുന്നവരുണ്ട്, കാണിച്ചോട്ടെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അതൊക്കെ ജെന്യുവൻ ആയിരിക്കണം. അത് അപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടെ അറിയണം, ഞാൻ നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് അപ്പുറം ഞാൻ പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഞാനിപ്പോ ഇദ്ദേഹത്തിന്, ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിന്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച് ഞാൻ ഭാവിയിൽ ചെയ്താൽ കൂടെ ഞാൻ അദ്ദേഹത്തിനോട് പറയും, ചേട്ടാ ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്, ഞാൻ ഇടുക. അപ്പൊ പുള്ളി പറയും, നീ ചെയ്, എനിക്ക് പേടിയില്ല, നീ ചെയ്, ഉള്ള കാര്യമാ എന്ന് പുള്ളി എന്നോട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യുന്നതിനോട് എന്തോ എനിക്ക് അത്ര വലിയ ഇതില്ല. ഞാൻ തന്നെ പറഞ്ഞില്ല, ഞാൻ ഒരു തവണ മാത്രം, അത് ഒരു യൂട്യൂബ് ചാനലിനകത്ത് അയാളുടെ ഫേസ് വെച്ച് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടതാ, അല്ലാതെ ഞാൻ ഇടാറില്ല. അതിന്റെ ആവശ്യമില്ല. നമുക്ക് വീഡിയോ ക്ലിപ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, ഓൺലൈൻ മീഡിയയിലും ചാനൽസിലും. ഈ പല ആളുകൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും തെറ്റുകൾ അതിനകത്ത് ഞാൻ പറയട്ടെ, പല ആളുകൾ ഇപ്പൊ തെറ്റ് കാണിച്ച ഒരു വ്യക്തി വന്നിരുന്നിട്ട് അയാള് ഒരു ഇന്റർവ്യൂലോ എവിടെ ഇല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഒരു ചാനലിലോ വന്നിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവന്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷം പോവും. അത് മതി, അത് കുത്തി ചൊരന്നെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതിന്റെ ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലാതെ ഈ ക്ലിപ്പ്, അതുപോലെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയോ, ഇങ്ങനെയൊക്കെ ഡോക്ടർ കേസ് കൊടുക്കണം. ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ഇപ്പൊ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അഞ്ചൽ ആ ഒരു വ്യക്തി, വിജിരാജ് അഞ്ചൽ, ഇയാൾ ഈ ക്ലിപ്പിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, വോയിസ് ക്ലിപ്പിന്റെ കാര്യം. ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ ഒറിജിനൽ, ഞാനത് ആദ്യമേ പറഞ്ഞ കണക്ക് ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ ഒറിജിനൽ ആയിരിക്കുമോ അതോ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കുമോ? ഒറിജിനലായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പണിയാണ്, ഡോക്ടറിന് തന്നെ അതൊരു പണിയാണ്, കാരണം അത് ഒറിജിനൽ ആണെങ്കിൽ. അതല്ലെങ്കിൽ ഈ എടുത്തവന് നല്ല നല്ല പണി കൊടുക്കണം അവന്. കാരണം അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരാൾ സംസാരിക്കുന്ന കാര്യമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് കൊടുത്ത്, അത് ഇറ്റ്സ് നോട്ട് എ ഫെയർ തിങ്. അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇനിയപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനിയപ്പം ഇങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു മുഖമില്ലാതെ ഒച്ച മാത്രം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് വിശ്വസിക്കാൻ പോകരുത്. വോയിസ് ക്ലിപ്സ് അധികം അപ്പൊ വിശ്വസിക്കാൻ ഇനി നിൽക്കരുത്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞാനും അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ എന്തോ ഒരു ഫേക്ക്, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കില്ലേ, ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് എ ജെനുവിൻ തിങ്. സോ എല്ലാവരും അതൊന്ന് സൂക്ഷിക്കുക. ഇനി നമ്മൾ എല്ലാവരും ഒരു വീഡിയോ ഇപ്പം ഞാനാണെങ്കിൽ പോലും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് ക്ലിപ്പ് വെച്ചാണെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പോകണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ചെയ്യണ്ട. കാരണം നമ്മൾ അറിയത്തില്ല ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. എനിക്ക് ചിലപ്പോൾ ഒരാൾ തരുന്നതാണെങ്കിലോ, ഞാൻ അങ്ങനെയുള്ള സാധനം വെച്ച് എന്തായാലും ചെയ്യത്തില്ല. ഇനി അത് വേറെ കാര്യം, ചെയ്തിട്ടുമില്ല ഞാൻ അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് പറയാറുണ്ട്. ഒരു വീഡിയോ മാത്രം, അതും ഒരു ചാനലിൽ വന്ന് അതിന് 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ് ഞാനത് എടുത്തത്. ഞാൻ അല്ലാതെ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അതിനകത്ത് നമുക്ക് ട്രസ്റ്റഡ് അല്ല, ട്രസ്റ്റ് ബോത്ത് അല്ല, ഒന്നും പണി കിട്ടും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ഇനിയും വിശ്വസിക്കാതിരിക്കുക. ഓരോ ചേട്ടന്മാരൊക്കെ ഈ വോയിസ് ക്ലിപ്പ്, മറ്റേ എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്ക് ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, റോബിനൊക്കെ എനിക്ക് ഡോക്ടറൊക്കെ ദം മച്ചാനാണ്. അപ്പൊ മച്ചാനെന്ന് എന്തായാലും അങ്ങനത്തെ ഒരു ക്ലിപ്പ് മുക്കാൻ വേണ്ടി ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ വോട്ടോ അല്ല, നടക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.